Hi friends, SN Creations by Tahi എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കൊരു സിമ്പിൾ നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ബ്ലൗസിൻ്റെ നെക്കിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും രണ്ട് സ്ലീവിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വർക്കാണ് കേട്ടോ. ബ്ലൗസിൻ്റെ നമുക്ക് നെക്കിലും സ്ലീവിലും മാത്രമല്ല, നമുക്ക് സൽവാറിൻ്റെയോ ഗൗണിൻ്റെയോ എന്തിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈനാണ്, വളരെ ഈസിയാണ്. നമുക്കിത് ചെയ്യാനായിട്ട് ആൻറ്റി കളർ കട്ട് ബീഡ്സ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാറ്റേൺ വരച്ചിരിക്കുന്നത് ഒരു യു നെക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ മെറ്റീരിയലിൽ നെക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ളൊരു നെക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ താഴത്തായിട്ട് ഒരു ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലീഫ് ചെയ്ത് പോരുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലീഫ് ചെയ്യുമ്പോൾ നമ്മൾ വലത്തുനിന്ന് വരുമ്പോൾ ഇങ്ങോട്ടേക്കും, അടുത്ത ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് കണ്ടല്ലോ, ഈ സെൻറ്ററിൽ വരുന്ന ലീഫ് വലത്തോട്ട് വരുമ്പോൾ നമ്മൾ മൊത്തവും ഈ ഒരു വലത് ഭാഗത്ത് തന്നെയാണ് വരുന്നത്. ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ ഫുള്ളും ലെഫ്റ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ 3 കട്ട് ബീഡ് വീതം കൊടുത്ത് ലീഫ് ചെയ്ത് പോരുവാണ് ചെയ്യുന്നത്. പിന്നെ ഈ സെൻറ്ററിലെ ലൈൻ ഫുള്ളും നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡാണ് വയ്ക്കുന്നത് കേട്ടോ. വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാൻ. ഞാൻ മെറ്റീരിയൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പം നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡ് മെറ്റീരിയലാണ് കേട്ടോ. ജോർജറ്റാണ് കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് ഈ ഒരു കട്ട് ബീഡ് മാത്രം മതി. ആൻറ്റി ഗോൾഡ് കട്ട് ബീഡാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ നീഡിൽ നമ്പർ 12 ആണ്. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. നീഡിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ മെറ്റീരിയൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ നെക്ക് വരുന്നത് കുറച്ച് വൈഡായിട്ടൊരു നെക്കാണ് വരുന്നത്. അപ്പോൾ അതിന് കവർ ചെയ്യുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെയിം വർക്ക് തന്നെയാണ് സ്ലീവിലും ചെയ്യേണ്ടത്. കണ്ടല്ലോ, ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ആ സൈഡിലോട്ടും റൈറ്റിലോട്ട് പോകുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യുക, നമുക്ക് ഈ ബോർഡർ ലൈൻ ഫുള്ളും കട്ട് ബീഡ് കൊടുത്ത് പോരാം കേട്ടോ. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ലൈൻ ഫുള്ള് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ലീഫ് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞല്ലോ, രണ്ട് സൈഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ചെയ്യാം.
ഓക്കെ കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും ഓപ്പോസിറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇതേ ഡയറക്ഷനിലും, ഓപ്പോസിറ്റ് വരുമ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന അതേ ഡയറക്ഷനിലും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഓരോ ലീഫിൻ്റെയും സെൻറ്ററിലായിട്ട് ഓരോ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ, എന്നാലേ അത് ഫിക്സ് ആയിട്ട് ഇരിക്കത്തുള്ളേ. അപ്പോൾ ഫുൾ ഇതുപോലെ തന്നെ ചെയ്ത് പോരേണ്ടത്. 2 സ്ലീവ് നമുക്ക് നെക്കിൻ്റെ ബാക്കിൽ വേണമെങ്കിലും ഇത് ചെയ്യാം, ഫ്രണ്ടിൽ നമുക്ക് ഏതൊരു വർക്കിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒരു ഈസി ബ്ലൗസ് ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ മോഡൽ പിക്ക് കൊടുത്തേക്കുന്നത് നമ്മുടെ മൂൺഗോഡസ് ഇൻസ്പയർഡ് ബ്ലൗസ് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ പിക്കിൽ കൊടുത്തേക്കുന്ന നെക്കിലും സ്ലീവിലും ബ്ലൗസിൻ്റെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നെക്കിലും സ്ലീവിലും മാത്രമാണെങ്കിൽ അങ്ങനെ, അല്ല നമ്മൾ സൽവാറിൻ്റെ നെക്കിലാണ് ചെയ്യുന്നതിൽ അങ്ങനെ നെക്കിലും സ്ലീവിലും ചെയ്യാം കേട്ടോ. ഡാർക്ക് കളേഴ്സിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ് ഡാർക്ക് കളേഴ്സിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ നല്ല ഭംഗി കിട്ടുന്നത്. വളരെ ഈസിയാണ്, ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ, ലീഫ് ചെയ്തെടുക്കാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ധാവണി സെറ്റായിട്ടോ അല്ലെങ്കിൽ നമുക്ക് സാരിയുടെ ബ്ലൗസായിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.